മാമ നേരിട്ട് ഇല്ല പോലെ ദയവേ നിങ്ങൾ പോലെ ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്റെ അമ്മൂമ്മയൊന്നും താങ്ങൂല്ല, അതുകൊണ്ടാണ് പറയണേ. നീ ഡീൽ ചെയ്തോടത്തോളം മതി കേട്ടാ. അതെ, എന്തോന്ന് കാര്യം എന്തോന്ന് വെച്ചൊന്ന് പറയുവോ? അതല്ലേ നേരിട്ട് വേണം. വാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഹലോ അമ്മായി. ഓർമ്മയുണ്ടോ? പിന്നെ നമ്മൾ എത്ര വയസ്സിൽ ലച്ചുവിനെ കണ്ടിട്ടുണ്ട്. ലച്ചു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി പറഞ്ഞ കാര്യം. ഉമ്മ ഇത് ഉമ്മ, ലച്ചുവിന്റെ ഫ്രണ്ടാ. ഉമ്മ ഇത് അമ്മുമ്മ, അത് കനകാന്റി, ഇത് പാറു, ഇത് കെ. എവിടെയാ മോടെ വീട്? എന്റെ വീട് കോട്ടയത്താ. ഞാൻ 1 മാസമായിട്ട് എറണാകുളത്തുണ്ട്. ലച്ചു ആണെങ്കിൽ എപ്പോഴും വിളിക്കും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഈ വരവൊരു സ്പെഷ്യൽ വരവാണല്ലോ അല്ലേ കേശു? കേശു സുഖല്ലേ? കേശുവിന് ഭയങ്കര സുഖമല്ലേ കേശേ? ചേച്ചി, അപ്പൊ ചേച്ചിനെയാണല്ലേ ചേച്ചി ഫോൺ വിളിക്കുമ്പോ ഉമ്മു ഉമ്മൂന്ന് വിളിക്കുന്നല്ലേ? അതെല്ലോ. മോള് വന്നിട്ട് കുറച്ചു നേരമായോ? ഞാൻ കുറച്ചു നേരമായി. ഞാൻ സിദ്ധുവിനോട് പുറത്തുനിന്ന് സംസാരിക്കായിരുന്നു. ആണോ? എന്നാ വാ, അകത്തോട്ട് സംസാരിക്കാം. വാ. കേശു കേശു അളിയ അങ്ങനെ പോയാലോ? എന്താടാ? അമ്മായിക്കും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അല്ലേ? ലച്ചു ചേച്ചി, അമ്മായി, അളിയൻ 3 പേരും കൂടെ പ്ലാൻ ചെയ്ത് സെഞ്ചു. അളിയാ, നീ എന്റെ പഴയ പ്രണയം ചോദിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക കാര്യമേ ലച്ചൂസ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ലച്ചൂസാ പറഞ്ഞ ലച്ചൂസിന്റെ ഒരു ഫ്രണ്ടിനെ ഇങ്ങോട്ട് വിട്ട് നിന്നെ പറ്റിക്കാവുന്നു. എന്തായാലും കൊള്ളാം, ഞങ്ങായിരുന്നു. പക്ഷെ എന്നെ ഇങ്ങനെ തീ നിർത്തണ്ടായിരുന്നു അളിയ. എന്റെ പഴയ പ്രണയമൊക്കെ അറിഞ്ഞ് തൃപ്തിയായ തിരുപ്പതിയെ ടൈമിങ്ങിന്റെ കാര്യത്തിൽ എന്റെ ചേച്ചി മിടുക്കി. പറ. ആ ചമ്മി ആളിഞ്ഞത് എന്റെ മുമ്പിൽ നിപ്പുണ്ട്, കൊടുക്കാലോ ചേച്ചി. ഹലോ ചേച്ചി. ഓ തൃപ്തിയായി. അയ്യോ ഇല്ല, ഇനി എനിക്ക് പ്രേമത്തിന്റെ കാര്യം അറിയേ വേണ്ട. എനിക്ക് സംശയം ഇല്ലെന്ന്. ഞാൻ നിർത്തിയെന്ന്. ഓ ഞാൻ ഒരു കാര്യം ചോദിക്കൂല അളിയുടെ അടുത്ത് പോരെ? ഇല്ല സംശയിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ഓ തന്റെ ഭർത്താവ് എന്നെ സമ്മതിച്ച്. ഓ ഓ അല്ലേ കട്ടി. അളിയാ, ഓ പണ്ടേ ഓ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തെ എന്റെ വീടിന്റെ അടുത്ത് ഒരു കുടുംബം താമസിക്കാൻ വന്നു. ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഉണ്ട്. എന്നിട്ട് പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കണ്ട മാലാകെ പോലും. മാലാകയാണെങ്കിൽ സ്വർഗത്തിരിക്കണം. ആ മാലക നടന്നു വരുമ്പോ ഒരു കാറ്റുണ്ട് എന്റെ കേശു. എന്റെ ശിവനെ, പറഞ്ഞിരുന്നില്ല. അവിടെ നളിയന്റെ കഥയും കൊണ്ട് വരാൻ